സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹീത പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി ക്രിസ്തയേശുവിൻ്റെ ധന്യ തിരുനാമത്തിൽ വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ, ദൈവസഭയെ അഭിസംബോധന ചെയ്യുവാൻ സർവശക്തനായ ദൈവം വെളിവൻ്റെ ജീവിതത്തിൽ ഒരുക്കുന്ന വിലപ്പെട്ട നിമിഷത്തിനായി, ദിവസത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ അനുഗ്രഹീതമായ നിലയിൽ ഈ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ദൈവഭൃത്യൻ കർത്തൃദാസൻ പാസ്റ്റർ ജിമിൻ പൂവക്കാൽ അവറുകൾ കുടുംബം, ഇവിടെ എൻ്റെ സദസ്സിലായിരിക്കുന്ന കർത്താവിൽ ആദരണീയരായ ദൈവഭൃത്യന്മാർ എല്ലാവരും വളരെ പരിചിതരും സ്നേഹിതന്മാരും ഒക്കെയാണ്. എല്ലാ ദൈവദാസന്മാരും, ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന, കർത്താവിൽ ബഹുമാനിക്കുന്ന, കർത്താവിൽ ആദരണീയനായ, ക്രിസ്തുവിൽ പ്രസിദ്ധനായ പാസ്റ്റർ രാജു പൂവക്കാൽ അവറുകൾ കുടുംബം, മറ്റ് അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാരുടെ നടുവിലുണ്ട്. ആ ദൈവഭൃത്യന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ വന്ദനം കർത്തൃനാമത്തിൽ ഞാൻ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇവിടെ നടന്നു വരുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ പകൽ വളരെ പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമുക്ക് ഇന്ന് പകലത്തെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് വായിക്കാം സങ്കീർത്തനങ്ങൾ 106 30ാമത്തെ വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. 106 സങ്കീർത്തനം 30ാമത്തെ വാക്യം. അപ്പോൾ ഫിനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാകുകയും ചെയ്തു. മതി. അപ്പോൾ ഫിനെഹാസ് എഴുന്നേറ്റു ശിക്ഷ നടത്തി ബാധ നിർത്തലാകുകയും ചെയ്തു. വായിച്ച വചനത്തിനായി ഒരു നിമിഷം കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ശബ്ദമുയർത്തി അല്പനിമിഷം കർത്താവിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ മുൻപിലല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിലാകയാൽ നമ്മെ അറിയുന്ന, നമ്മെ നന്നായി അറിയുന്ന, നമ്മെ രൂപപ്പെടുത്തുന്ന, നമ്മെ മെനയുന്ന, നമ്മെ പണിതെടുക്കുന്ന സർവശക്തന്റെ മുൻപിലാകയാൽ ദൈവജനം ഒരുമിച്ച് അതരം തുറന്ന് ശക്തിയോടെ കർത്താവിന് മഹത്വം കരയറ്റട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. നന്മ അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, അത്ഭുതങ്ങളിലൂടെ പോകുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ മൗനമായിരിക്കാതെ ശബ്ദമുയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഉടമന, അർദ്ധന, ശക്തന, ഹതുന, രകൽക്കനാദിയ. ശക്തിയോടെ അല്പനിമിഷം കർത്താവിന് സ്തോത്രം ചെയ്യാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിനെയോട് നിങ്ങൾ യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളമോദണമെന്നുള്ള വചനപ്രകാരം ഈ പകൽ ഇതൊരു ആത്മീക പോർക്കളമാണ്. ഇതൊരു കളിക്കളമല്ല, ആത്മീക പോർക്കളമാകയാൽ പൈശാചിക മണ്ഡലങ്ങളോട്, അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളോട് സഭയൊന്നടങ്കമായി ആഹാരപാനീയങ്ങൾ വെടിഞ്ഞ് ആത്മീക യുദ്ധം ഈ പകൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശക്തന്മാരായ വിശുദ്ധന്മാരെല്ലാം, രക്തം കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധന്മാരെല്ലാം ഈ പകൽ ഗംഭീരധ്വനിയായി കാഹളമോദട്ടെ. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിനോട് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ മൗനമായിരിക്കാൻ അനുവാദമില്ല. ശക്തിയോടെ ഈ പകൽ കാഹളമോദട്ടെ. പാറകളുടെ പിളർപ്പുകളിലും കടുന്തൂക്കത്തിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിന്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും നിന്റെ മുഖം സൗന്ദര്യമുള്ളതുമാകയാൽ നിങ്ങൾ പാറയുടെ പിളർപ്പിനകത്തിരുന്നാലും കടുന്തൂക്കത്തിന്റെ മറവിലിരുന്നാലും സ്വരം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രിയൻ ഈ തോട്ടത്തിനകത്ത് വന്നിട്ടുള്ളത് കൊണ്ട് ശക്തിയോടെ അല്പനിമിഷം സ്തോത്രം ചെയ്യട്ടെ. വിലാപങ്ങളെ നൃത്തമാക്കി തീർത്തു. നീ എന്റെ രട്ടടിച്ച് സന്തോഷം ഉടിപ്പിച്ചു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ ശക്തിയോടെ സ്തോത്രം ചെയ്യട്ടെ.
ഘടകജന അധരാജകൽ കവന വൈഷപ്രഭാതക ഹത്തുരാജനാദര. കഴിഞ്ഞ 5 പകലും രാത്രികളിലും പരിശുദ്ധാത്മാവ് തന്റെ അഭിഷക്തന്മാരിലൂടെ ശക്തമേറിയ ദൈവശബ്ദം നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 6ാമത്തെ പകലിലും ദൈവത്തിന് നമ്മോട് കൃത്യമായി സംസാരിപ്പാനുണ്ട്. ഈ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 6ാം ദിവസം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. ദൈവിക സൃഷ്ടി നമ്മൾ പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്കറിയാം സൃഷ്ടിപ്പിന് 2 തലങ്ങളുണ്ട്. ആദ്യത്തെ 5 ദിവസങ്ങളിലും ദൈവം, സർവശക്തനായ ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോഴാണ് സൃഷ്ടികൾ നടപ്പാനിടയായത്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അർത്ഥാൽ ആദ്യത്തെ 5 ദിനങ്ങളിലും ദൈവ ശബ്ദത്താൽ, ദൈവത്തിന്റെ കൽപ്പനയാൽ ഉളവാകേണ്ടത് ഉരുവായി വരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 6ാം ദിവസം ദൈവ ശബ്ദത്താലല്ല, ദൈവ കൽപ്പനയാലല്ല, അവൻ തന്നെ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് നിലത്തിലെ പൊടിയെടുത്ത്, മണ്ണെടുത്ത് തൻ്റെ ശക്തമേറിയ കരങ്ങൾക്കകത്തു വെച്ച് നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. തൻ്റെ കരങ്ങളാൽ 6ാം ദിവസം തൻ്റെ മനുഷ്യനെ ഉണ്ടാക്കിയെടുപ്പാനിടയായി. അങ്ങനെയെങ്കിൽ 6ാമത്തെ ഈ പകൽ ദൈവം തന്നെ നേരിട്ടിറങ്ങി ചിലതിനെ രൂപപ്പെടുത്തുന്ന, ചിലതിനെ സൃഷ്ടിക്കുന്ന, ചിലതിനെ മെനഞ്ഞെടുക്കുന്ന, ചിലതിനെ ശക്തിയോടെ ഉണ്ടാക്കിയെടുക്കുന്ന 6ാമത്തെ പകലിനായി എത്ര പേർക്ക് ആത്മാവിൽ പ്രതികരിക്കാൻ കഴിയും? ഇവിടെ വന്നവർക്ക് മാത്രമല്ല വിടുതൽ, നിങ്ങളുടെ ഭവനങ്ങളിലുള്ള പ്രിയപ്പെട്ടവരുടെ മേൽ വിടുതൽ വ്യാപരിക്കുന്നു. നിങ്ങളുടെ തലമുറയുടെ മേൽ വിടുതൽ വ്യാപരിക്കുന്നു. വിദേശങ്ങളിലുള്ള, വിദൂരങ്ങളിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ ഇന്ന് പകൽക്കാലം ഒരു സൃഷ്ടിപ്പ് നടക്കുകയാണ്. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. ദൈവം ചിലതിനെ മെനയാൻ പോകുകയാ, ദൈവം ചിലതിനെ രൂപപ്പെടുത്താൻ പോകുകയാ. തന്റെ ദിവ്യമായ കരങ്ങൾക്കകത്ത് ദൈവം ചിലർ കൊത്തുപണി ചെയ്യാൻ പോകുക. ശക്തിയോടെ ആരാധന വെളിപ്പെടട്ടെ, ആരാധന വെളിപ്പെടട്ടെ. ഞാൻ ആത്മാവിൽ കാണുന്ന വെളിപ്പാട് ഞാൻ പറയാം. ആരാധന ഈ പകൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ തന്റെ സിംഹാസനത്തിൽ നിന്ന് ഈ പകൽ വലിയവനായ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ശക്തിയോടെ സ്തോത്രം ചെയ്യ്, ശക്തിയോടെ സ്തോത്രം ചെയ്യ്. പണി എവിടെ നടക്കണമോ, രൂപം എവിടെ നൽകണമോ, എവിടെ ഭാഷ വരുത്തണമോ, എവിടെ കൊത്തുപണി ചെയ്യണമോ, ആ തലങ്ങളിലേക്ക് ഇറങ്ങി വരാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽ ആരാധനയുടെ നടുവിൽ, ദൈവസഭയുടെ നടുവിൽ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയോടെ, ആത്മശക്തിയോടെ, ആത്മശക്തിയോടെ അടകജന ഘടകൽ കമന ഗരഗസ്കരാധന അധര ജഗന വൈഡൽ പ്രമന ഘടകസ്കരാധന. ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന എല്ലാ ദൈവജനവും ഒരുമിച്ച് ശക്തിയോടെ രാജാവിനെ, സർവശക്തനെ നന്ദിയോടെ സ്തോത്രം ചെയ്യ്. Praise the Lord, praise the Lord, praise the Lord. വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 6ാം ദിനം ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്തുകൊണ്ട് വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വായിച്ച വചനം 106-ാം സങ്കീർത്തനം 30-ാമത്തെ വചനമായിരുന്നുവല്ലോ. ആ വാക്യം ഇപ്രകാരമായിരുന്നു: അപ്പോൾ ഫിനെഹാസ് എഴുന്നേറ്റു, ശിക്ഷ നടത്തി, ബാധ നിർത്തലാകുകയും ചെയ്തു. ശക്തിയോട് സ്തോത്രം പറയണം. ഇന്ന് പകൽ നടക്കുന്ന 2 ദൈവപ്രവൃത്തി ഞാൻ ആത്മാവിൽ പറയാം. ദൈവം ഈ പകലിൽ ചില ഫിനെഹാസുമാരെ എഴുന്നേൽപ്പിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട, ദൈവത്തിന് ഉപകാരപ്പെടേണ്ട,
ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ദൈവം ശക്തിയോടെ ശോഭിപ്പിക്കുവാൻ പോകുന്ന ചില ഫിനഗാസുമാരെ, ചില തലമുറകളെ ദൈവം ഈ പകൽ എഴുന്നേൽപ്പിക്കും. ശക്തിയോടെ 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 ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ആരാധന ഉപവാസവും നടക്കുന്നത് ഈ പ്രയർ സെന്ററിനകത്താണെങ്കിലും ഇന്ന് പകൽ ആരാധന ഇവിടെ വെളിപ്പെടുമ്പോ അഭിഷക്തന്മാരുടെ കണ്ണുനീരിന്റെ മറുപടിയായി, ദൈവദാസന്മാരുടെ ആലോചനയുടെ മറുപടിയായി, പ്രവചനങ്ങളുടെ നിവർത്തിയായി ഈ പകൽ ആത്മാവ് പറയുന്നു, ചില സൗലുമാരെ ദമസ്കോസിന് സമീപിക്കുന്ന ചിലരെ ദൈവാത്മാവിനെ തട്ടി താഴെയിടാൻ പോകുക. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. വീഴാനല്ല, തകരാനല്ല, അടുത്തൊരു എഴുന്നേൽപ്പിനു വേണ്ടി പൗലോസായി എഴുന്നേൽക്കുവാൻ, ശക്തനായി എഴുന്നേൽക്കുവാൻ ദൈവം ചിലതിനെ തട്ടി നിലത്തിടാൻ പോകുകയാണ്. ഒരുമിച്ച് ശക്തിയോടെ സ്തോത്രം ചെയ്യ്. സൂര്യനെ വെല്ലുന്ന തേജസ്സിന്റെ പ്രകാശം ഇന്ന് പകൽ ചില സൗരന്മാരുടെ മേൽ പതിയാൻ പോകുക. ശക്തിയോടെ സ്തോത്രം ചെയ്ത് ആത്മാവിൽ ദൈവത്തിന് മഹത്വപ്പെടുത്തട്ടെ. ശക്തിയോടെ ശക്തിയോടെ ഒന്ന് ദൈവം ചെയ്യുന്ന ദൈവപ്രവൃത്തി ഒരന്ത്യകാലത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാവുന്ന, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാവുന്ന രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി, ഭൂഖണ്ഡങ്ങളുടെ ഉണർവിന് വേണ്ടി, ലോകരാജ്യത്തിന്റെ സുവിശേഷീകരണത്തിനായി, ഹല്ലേലൂയ, ദൈവസഭയുടെ നവീകരണങ്ങൾക്കായി ദൈവത്താൽ ചില ഫിനഗാസുമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ടാമത്തെ ദൈവപ്രവൃത്തി വായിച്ച വചനം, അപ്പോൾ ബാധ നിർത്തലാകുകയും ചെയ്തു. ഇന്ന് പകൽ ചില തലമുറകളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം ശക്തിയോടെ തന്റെ ജനത്തോട് പറയുന്നു, ഇന്ന് പകൽ ചില ബാധകൾ ഞാൻ നിർത്തലാക്കും. സ്തോത്രം പോരാ, സ്തോത്രം പോരാ. ശക്തിയോടെ ഹല്ലേലൂയ. നിന്നെ വിഴുങ്ങുവാൻ ശക്തിയോടെ പണം വിണർത്തി പത്തി വിടർത്തി ആടി നിൽക്കുന്ന അന്ധകാര ജാതീയ ശക്തികൾ, നിന്റെ തലമുറകളെ വരിഞ്ഞ് മുഴുക്കിയ അന്ധകാര ബാധകൾ ഇന്ന് പകൽ ദൈവാത്മാവ് നിർത്തൽ ചെയ്യൽ പോകുകയാണ്. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. ഒരു വല്ലാത്ത വേലിയേറ്റം പോലെ കുടുംബത്തെ, ഭവനത്തെ ആകമാനമായി വിഴുങ്ങിക്കളയുവാൻ ശക്തിയോടെ അലറി നിൽക്കുന്ന അന്ധകാര വ്യാപാര ശക്തികളെ ഇന്ന് പകൽ ദൈവം നിർത്തൽ ചെയ്യും, നിർത്തൽ ചെയ്യും, നിർത്തൽ ചെയ്യും. ആരാധന വെളിപ്പെടട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. വളരെ പ്രാർത്ഥനയോടെ അതുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കണം. നിങ്ങൾ കഴിയുന്നിടത്തോളം കുഞ്ഞാണ്ട് രക്തത്താൽ നിങ്ങൾ മറയപ്പെട്ടിരിക്കണം. നിങ്ങളുടെ തലമുറ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിച്ചോണം. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. ചില ബാധകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പകലാണ്, ചില ബാധകൾ തലമുറയിൽ നിന്ന് മാറുന്ന പകലാണ്, ചില ബാധകൾ സഭയിൽ നിന്ന് മാറുന്ന പകലാണ്, ചില ബാധകൾ നിന്റെ ശുശ്രൂഷ കളത്തിനോട് വെല്ലുവിളിക്കുന്നത് ഇന്ന് പകൽ നിർത്തപ്പെടുന്ന പകലാണ്. ശക്തിയോടെ glory, glory, hallelujah, 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 hallelujah. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. Praise the Lord. വചനത്തിലേക്ക് മടങ്ങാം. ഇവിടെ പറയുന്ന രണ്ട് ദൈവപ്രവൃത്തിയ തുടക്കത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. ഇനി ഇതിന്റെ സന്ദർഭം, ഈ ഫിനഗാസ് എന്ന് പറയുന്ന ഈ എലയാസാറിന്റെ മകൻ ഫിനഗാസ് ഏതു സന്ദർഭത്തിലാ എഴുന്നേറ്റത്, എന്തിനു വേണ്ടിയാ എഴുന്നേറ്റത്, എന്താ പിന്നീടുള്ള ദൈവപ്രവൃത്തി, അതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം എന്തായിരുന്നു എന്ന് നന്നായി അറിയാവുന്ന ഒരു ജനമാണ് ഇതിൻ്റെ മുൻപിൽ ഉണ്ടെങ്കിലും
ഈ പകലിൽ പരിശുദ്ധാത്മാവ് നൽകിയ ചില ദൂതുകൾ കൈമാറേണ്ടതിനായി ആ ഭാഗത്തേക്ക് നിങ്ങളുടെ എളിയ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കുക. ഈ 107-ാം സങ്കീർത്തനത്തിലെ 30-ാമത്തെ വചനത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. സംഖ്യാപുസ്തകം നിങ്ങൾ വായിക്കേണ്ട, നമുക്ക് പറഞ്ഞു പോകാം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം മുതലാണ് ആരംഭിക്കുന്നത്. അറിയാവുന്ന ജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, അവിടുത്തെ സന്ദർഭം എന്താണ്? ഇവിടെ കാണാൻ കഴിയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ ജനം ഒരിക്കൽ ജാതീയ രാജാവായ ബാലാക്ക് രാജഭരണം നടത്തുന്നതായ മോവാബിലേക്ക് ചെന്ന് കൂടാരമടിച്ചു പാർക്കാൻ തുടങ്ങി. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂയാത്രയിൽ, കനാനിലേക്കുള്ള യാത്രയിൽ മോവാബ് എന്ന അന്യരാജ്യത്ത് ചെന്ന് കൂടാരമടിച്ചു പാർത്തുകൊണ്ട് അവിടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേൽ ജനതയെ ഒരു കൊടുമുടിയുടെ മുകളിൽ കയറി മോവാബ്യ രാജാവായ ബാലാക്ക് ഒരിക്കൽ വീശിക്കുമ്പോൾ രാജാവായ ഈ ബാലാക്ക് ഭയപ്പെട്ടു പോകാനിടയായി. ഇന്നലകളിൽ പ്രവാസികളെ പോലെ, അഭയാർത്ഥികളെ പോലെ, അടിമകളെ പോലെ ഞങ്ങളുടെ രാജ്യമായ മോവാബിലേക്ക് കുടികയറിയതായ, വന്ന് കൂടാരമടിച്ചു പാർക്കാൻ തുടങ്ങിയതായ ഇസ്രായേൽ ജനം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അനുകൂലമായ സാഹചര്യം മോവാബിലില്ല, യാഗപീഠമില്ല, ആരാധന കളങ്ങളില്ല, പ്രാർത്ഥനാ കൂടാരങ്ങളില്ല, അവർക്ക് നല്ല ഉപജീവന മാർഗങ്ങൾ അവിടെയില്ല, സാമ്പത്തിക സ്രോതസ്സുകൾ അവിടെയില്ല, അവരുടെ ബാങ്കോ ട്രഷറികളൊന്നും അവിടെയില്ല, ധനാഗമ മാർഗങ്ങളൊന്നും മോവാബിലില്ല. പിന്നെ എങ്ങനെയാ ഈ ജനം വർദ്ധിക്കുന്നത്? ഹല്ലേലൂയ. എങ്ങനെയുമായിക്കൊള്ളട്ടെ, പക്ഷേ ഈ ജനത്തിന്റെ വളർച്ച മോവാബിൽ അനുവദിച്ചുകൂടാ. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ട് ഭയപ്പെട്ടതായ രാജാവ് വിളിച്ചു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് 22-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. ഇവർ ഇങ്ങനെ വളർന്നാൽ വയലിലെ പുല്ല് കാള നക്കിക്കളയുന്നത് പോലെ ഇവർ നമ്മുടെ ജനത്തെ നശിപ്പിച്ചു കളയുവാനിടയാകും. അതുകൊണ്ട് വളരുവാൻ അനുവദിക്കരുത്, ഒടുങ്ങാനുള്ള വഴി കണ്ടെത്തണം. സ്തോത്രം പറഞ്ഞ് സ്തോത്രം ചെയ്യണം. വളരാനുള്ള വഴി കണ്ടുപിടിക്കണ്ട, ഒടുങ്ങാനുള്ള വഴി കണ്ടുപിടിക്കണം. സ്തോത്രം ചെയ്യ്. പല വഴികൾ തലപുകഞ്ഞാലോചിച്ച് കണ്ടെത്താൻ തുടങ്ങിയിട്ട് ഒരു കാര്യങ്ങളിലും സമാപ്തി കാണാതെ ഒടുവിൽ മോവാബ് രാജാവ് ചെന്നെത്തി. അവിടെ പ്രശസ്തനായ അരുളപ്പാട് പറയുന്ന യഹോവയുടെ ഒരു പ്രവാചകനുണ്ട്. ആരാ? ബിലയാം. പ്രൈസ് ദി ലോർഡ്. ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് കണ്ടെത്തി പ്രവചിക്കുന്ന, യഹോവയുടെ അരുളപ്പാട് പറയുന്ന ബിലയാം എന്നൊരു പ്രവാചകൻ അവിടെയുണ്ട്. അതെന്നാ ഇവരെ തകർക്കാൻ നീ അവരെ അന്വേഷിച്ചു പോയതിന്റെ കാരണമെന്ന് ശ്രദ്ധിക്കുക. അതൊരു മോവാബ്യ തന്ത്രമാണ് പ്രിയരെ. അതിന് ആ ഭാഗത്ത് വരുന്നതിന് മുൻപേ ഈ ശത്രുവിന്റെ പദ്ധതികളിൽ ഒന്ന് ഞാൻ പറയാം. വചനം പറയുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. നിങ്ങൾ സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. അപ്പൊ തന്ത്രങ്ങളുള്ളവനാ സാത്താൻ. പണ്ടൊരിക്കൽ മിസ്രയീമിൽ അടിമകളായി പാർത്തതായി ഇസ്രായേൽ ജനത്തെ തകർക്കുവാൻ ദൈവം അഭിഷക്തനായ മോശയെ അഭിഷേകം ചെയ്ത് നിയോഗത്താൽ അധികാരത്തിന്റെ വടിയുമായി മിസ്രയീമിലേക്ക് മടക്കി അയക്കുമ്പോൾ ഈ മോശയെയും അവിടുത്തെ ഇസ്രായേൽ ജനതയെയും തകർക്കാൻ ഫറവോൻ മോശയ്ക്ക് വിരോധമായി രംഗത്ത് കൊണ്ടുവന്നത് ആരെയായിരുന്നു?
മന്ത്രവാദികളെയും ശകുനവാദികളെയുമായിരുന്നു. അല്ലേ? മോശയുടെ വടി നിലത്തിടുമ്പോൾ അത് പാമ്പാകും. ഫറവോൻ അട്ടഹസിച്ചു പറഞ്ഞു, നിന്റെ വടി മാത്രമല്ല, ഞാൻ അണിനിരത്തി ഇവിടെ ആഹാരം കൊടുത്ത് പാലും ചോറും നൽകി ഇവിടെ ഊട്ടി വളർത്തുന്ന മന്ത്രവാദി ശ്രേഷ്ഠന്മാരുണ്ട്. നിന്റെ വടി മാത്രമല്ല, അവരുടെ വടിയും പാമ്പാകും. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. അങ്ങനെ അഭിഷക്തനായ മോശയ്ക്കെതിരെ തന്ത്രങ്ങളുമായി മന്ത്രവാദികളായ ഫറവോൻ രംഗത്ത് കൊണ്ടുവന്നത് അതൊരു മിസ്രയീമ്യ തന്ത്രമായിരുന്നു. എന്നാൽ ഇവിടെ മോവാബിൽ തമ്പടിച്ച ഇസ്രായേലിനെ തകർക്കാൻ മന്ത്രവാദികളെ അല്ല ഇറക്കുന്നത്, പിന്നെ ആഭിചാരകന്മാരെ അല്ല അന്വേഷിച്ചു നടക്കുന്നത്. ഇസ്രായേൽ ജനത്തെ തകർക്കാൻ ബാലാക്ക് മോവാബ്യ രാജാവ് ഇറക്കിയത് ആരെയെന്നറിയണ്ടേ? പ്രവചിക്കുന്ന, സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം, അരുളപ്പാട് പറയുന്ന. അവൻ അനുഗ്രഹിച്ചാൽ അനുഗ്രഹമാ, അവൻ ശപിച്ചാൽ ശാപമാ. അത്രത്തോളം കൃപയിൽ നിൽക്കുന്ന ഒരു ബിലയാമിനെ കൂലി കൊടുത്ത് രംഗത്ത് കൊണ്ടുവരികയാണ്. ഇന്ന് പകലിൽ ഈ ആരാധന വെളിപ്പെടുമ്പോൾ ആത്മീകന്മാരെ തകർക്കുവാൻ, ദൈവജനത്തെ തകർക്കുവാൻ ആത്മീകന്മാരെ തന്നെ കളത്തിലിറക്കുന്ന പൈശാചിക തന്ത്രങ്ങൾ മനസ്സിലാകുന്നവരെ ശക്തിയോടെ സ്തോത്രം ചെയ്യണം. ആത്മീകനെ തകർക്കാൻ ആത്മീകനെ തന്നെ വേഷം കെട്ടിച്ച് കൂലി കൊടുത്ത് രംഗത്തിറക്കുന്ന പൈശാചിക തന്ത്രങ്ങൾ ഈ ആരാധനയുടെ നടുവിൽ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ തകരുകയാ. പോരാ, ശക്തിയോടെ ശക്തിയോടെ അടഭജന ഘടകൽക്കമന കരകസ്കരാധര ശക്തിയോടെ സ്തോത്രം ചെയ്യ്. എന്റെ ശത്രു എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല. ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഞാൻ വിശ്വസിച്ചവനും എന്റെ പ്രാണസ്നേഹിതനും എന്റെ അപ്പം തിന്നവനും എനിക്കെതിരെ കുതികാൽ ഉയർത്തുമ്പോൾ ഈ ആറാമത്തെ പകൽ ആരാധിക്കുന്ന ദൈവസഭ മോവാബിയ തന്ത്രങ്ങളെ ശക്തിയോടെ അടകൾ കമനകരകസ്കരാധന ഒരുമിച്ച് ആത്മാവിൽ ജയമെടുക്ക്. നിനക്കൊരു ഹാമാൻ, നിനക്കെതിരെ ഒരു ഹാമാൻ കയറിയാൽ, നിനക്കെതിരെ ഒരു ഹാമാൻ കഴുകുമരം ഒരുക്കിയാൽ, നീ അവിടെ പ്രാർത്ഥിപ്പാൻ മുഴങ്കാൽ മടക്കിയാൽ ആ കഴുകുമരം അവന്റെ തലയ്ക്ക് വീഴും. സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ സ്തോത്രം ചെയ്യ്, ശക്തിയോടെ സ്തോത്രം ചെയ്യ്. എന്നാൽ ഒരു ദൈവ പൈതൽ എന്നുള്ളവൻ, ഒരു ദൈവദാസൻ എന്നുള്ളവൻ, ഒരു ആത്മീയൻ എന്നുള്ളവൻ നിനക്കെതിരെ എഴുന്നേറ്റാൽ നീ എങ്ങനെ പ്രാർത്ഥിക്കും? ശക്തിയോടെ സ്തോത്രം ചെയ്യ്. നിന്റെ ശുശ്രൂഷയെ വിലങ്ങ് വയ്ക്കാൻ, നിന്റെ ശുശ്രൂഷയെ പിടിച്ചു കെട്ടാൻ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നിന്റെ പ്രാർത്ഥനയെ തകർക്കാൻ, നിന്റെ ആരാധനയെ തകർക്കാൻ, നിന്റെ സാക്ഷ്യത്തെ പൊടിഞ്ഞു കെട്ടാൻ ശക്തിയോടെ ആത്മാവിൽ പ്രതികരിക്കട്ടെ. ഒരു ഇന്റർനാഷണൽ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവ നിയോഗം നിന്റെ മേൽ വീണിരിക്കെ നിന്നെ ഒരു പഞ്ചായത്ത് ലെവലിൽ തളയ്ക്കാൻ, ഒരു മുനിസിപ്പാലിറ്റിക്കകത്ത് തളയ്ക്കാൻ വ്യാപരിക്കുന്ന മോവാബിയ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ തകരുന്നു. കൈകൾ തട്ടി അന്യഭാഷയോടെ അടകജന ഘടകൽക്കമന കരകസ്കരാധര. ഈ നടക്കുന്ന ഉപവാസത്തിന് വരെ പോരാട്ടമുണ്ട് പ്രിയരെ, പോരാട്ടമുണ്ട്, എതിരുണ്ട്. ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യ്, ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് പകൽ ദൈവ അഭിഷക്തന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, മോവാബിയ തന്ത്രമേ ഇതിനകത്തും നടപ്പാവില്ല. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. പ്രാർത്ഥിക്കുന്നവനെതിരെ പ്രാർത്ഥിക്കുന്നവനെ കൊണ്ടുവരുന്ന, പ്രവചിക്കുന്നവനെതിരെ പ്രവചിക്കുന്നവനെ അണിനിരത്തുന്ന, ശുശ്രൂഷയുള്ളവനെതിരെ ആത്മീകനെന്ന് പറയുന്നവന് രംഗത്ത് കൊണ്ടുവരുന്ന ആ പൈശാചിക വെല്ലുവിളി എന്നേക്കുമായി ഈ ആറാമത്തെ പകൽ ഒടുങ്ങാൻ പോകുകയാണ്. കരങ്ങൾ അടിച്ച് ആത്മാവിൽ
ശക്തിയോടെ സ്തോത്രം ചെയ്യ്. കരങ്ങൾ അടിച്ച് സംഭവിക്കുമോ ദൈവദാസനെ? ഒട്ടനവധി ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് കാണുകയാണ്. രണ്ടുപേർ ഒരിക്കൽ ആരാധനയ്ക്കായി എത്തി. അറിയാം, രണ്ടുപേരും ഒരുപോലെ ദൈവത്തെ ആരാധിച്ചു. ഇന്നലകളിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചവരാ, ഒരുമിച്ച് മുന്നേറിയവരാ. അവർ രണ്ടുപേരും ഒരേ പാകിലിരുന്ന് ദൈവത്തെ ആരാധിച്ചു. പക്ഷെ അവിടെ പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. ആരാധനയുടെ സമാപനമെത്തിയപ്പോൾ ഒരുവന്റെ യാഗപീഠത്തിൽ ദൈവപ്രസാദം ഇറങ്ങി. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവപ്രസാദം ഇറങ്ങിയവന്റെ ചിന്ത, എനിക്കിത് പോരാ, യാഗം കഴിച്ചത് പോരാ, ദൈവത്തെ പ്രസാദിപ്പിച്ചത് പോരാ, എനിക്ക് പ്രാർത്ഥിച്ചത് പോരാ, ആരാധിച്ചത് പോരാ. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. അവന്റെ തീരുമാനം വീണ്ടും വീണ്ടും ദൈവത്തോട് ചേർന്നിരിപ്പാന്. എന്നാൽ അരികിൽ നിൽക്കുന്നവന്റെ വഴിപാടിൽ ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങിയില്ല. മനസ്സിലാകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവൻ ചിന്തിച്ചത്, എൻ്റെ ജീവിതത്തിൽ എവിടെയോ പാകപ്പിഴകൾ വന്നു, എൻ്റെ യാഗാർപ്പണത്തിൽ എവിടെയോ പാകപ്പിഴകൾ വന്നു, എൻ്റെ സഹോദരന്റെ മേൽ ദൈവപ്രസാദം ഇറങ്ങി, ഒന്ന് ക്രമീകരിക്കപ്പെടാം എന്നല്ല അവൻ ചിന്തിച്ചത്. എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. ഒന്നുകൂടെ യാഗം കഴിച്ചെന്റെ കുറവുകൾ, പിഴവുകൾ നികത്താമെന്നൊരു തീരുമാനമല്ല എടുത്തത്. പിന്നെ എന്താ അവനെടുത്ത തീരുമാനം? പിഴവുകൾ നികത്താനല്ല, ക്രമീകരിക്കപ്പെടാനല്ല. എൻ്റെ അടുക്കൽ നിന്ന് ആരാധിച്ച് ദൈവകൃപ പ്രാപിച്ചില്ലേ, അവനെ എങ്ങനെ തകർക്കാം? മനസ്സിലാകുന്നവർ ശക്തിയോടെ സ്തോത്രം ചെയ്യ്. ആത്മാവിൽ ദൈവത്തിന് മഹത്വപ്പെടുത്ത. ഇന്ന് പകല പോരാട്ടം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അവനെ എങ്ങനെ ഒടുക്കാം, അവനെ എങ്ങനെ ഇല്ലായ്മപ്പെടുത്താം, അവനെ എങ്ങനെ കളത്തിൽ നിന്നും ഇറക്കി വിടാം. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. അവനെ എങ്ങനെ ഇല്ലായ്മപ്പെടുത്താം. ദൈവകൃപ പ്രാപിച്ചവൻ അടുത്ത ആരാധനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ദൈവകൃപ നിഷേധിക്കപ്പെട്ട ഒരുവനുണ്ടല്ലോ, അവൻ ഹാബേലിനെ അടിക്കാൻ വടി തയ്യാറാക്കി. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. അവനെ വയലിലേക്ക് വശീകരിച്ചു കൊണ്ടുപോയി വയലിൽ വെച്ച് അവനെ അടിച്ചു കൊല്ലുവാനിടയായി. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആരാധിക്കുന്ന ഹാബേലിനെ തകർക്കാൻ കൂടെ ആരാധിച്ചൊരു കയ്യിനെയാ പിശാച് എഴുന്നേൽപ്പിച്ചതെങ്കിൽ, ഇന്ന് പകലിൽ ആരാധന കളങ്ങളിൽ ആരാധിച്ച് കൃപ പ്രാപിക്കുന്ന, ദൈവകൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹാബേലുമാരെ തകർക്കാൻ പിശാച് രംഗത്ത് കൊണ്ടുവരുന്ന സകല കൈന്യ ശക്തികളും ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ഈ ആലയത്തിൽ തകരുന്നു. പോരാ പോരാ. ഒരുമിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യ്. ഈ ആരാധന ആലയത്തിന്റെ മനോഹാരിതയ്ക്കകത്ത് ആത്മാവിൽ വിളിച്ചു പറയാം, എത്രയോ ഹാബേലുമാരുടെ കണ്ണുനീര് ഇതിനകത്ത് ഉയരുന്നുണ്ട്. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്ക്. അതിന് വിരോധമായി ഉയരുന്ന കൈയിന്റെ കൈകളെ, കൈയിന്റെ ആയുധങ്ങളെ, കൈയുടെ ശക്തികളെ ഈ പകൽ ദൈവാത്മാവ് ഒതുക്കുന്നു. സമയം നമ്മുടെ മുൻപിൽ അധികമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പോകാം. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. ഹാബേലിനെതിരെ കൈയിനെ രംഗത്തിറക്കി ഒടുക്കിക്കളഞ്ഞു. മോശ എന്ന അഭിഷക്തന് വിരോധമായി പുറത്തു നിന്ന ആളെയല്ല സാത്താൻ ഇറക്കിയത്. കോരഹ്, ദാദാൻ,
അബീറാം എന്ന് 3 പുരുഷന്മാരെയും അവരോട് ചേർന്ന 250 കുടുംബങ്ങളെയും പിശാച് രംഗത്തിറക്കി. ഒരുമിച്ച് സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം. യേശുവിനെ ഒടുക്കാൻ സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം. പരീശന്മാരിൽ ഒരുവനെ അല്ല രംഗത്ത് കൊണ്ടുവന്നത്, സദൂക്യരിൽ ഒരുവനെ അല്ല രംഗത്ത് കൊണ്ടുവന്നത്. കഴിഞ്ഞ 3.5 വർഷക്കാലം യേശുവിന്റെ പിന്നിൽ നടന്ന, നിഴൽ പോലെ നടന്ന ഒരു യൂദയാണ് സാത്താൻ രംഗത്ത് കൊണ്ടിറക്കിയത്. മനസ്സിലാകുന്ന ഒരു സ്തോത്രം പറഞ്ഞ് ശക്തിയോടെ സ്തോത്രം പറയണം. ഇന്ന് പകലിൽ ആത്മീകനെ തകർക്കാൻ ആത്മീകന്മാരെ തന്നെ രംഗത്തിറക്കി ആത്മമണ്ഡലത്തെ തച്ചുടച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ ദൈവാത്മാവ് തകർത്തില്ലാതായി പെയ്യുന്നു. ശക്തിയോടെ 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 വേഗത്തിലെടുത്ത ദൂതിലേക്ക് നമുക്ക് കയറാം. അങ്ങനെയാ ബിലയാമിനെ രംഗത്ത് കൊണ്ടുവരുന്നത്. ബിലയാം കൂലി മേടിച്ചു വന്ന് ശപിക്കാൻ കൊടുമുടിയുടെ മുകളിൽ കയറി കൈ ഉയർത്തി നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം ബിലയാമിനോട് പറഞ്ഞു, ശപിക്കാൻ വരട്ടെ, നീ ശപിക്കുന്നതിന് പകരം എന്റെ ജനത്തെ അനുഗ്രഹിക്ക്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോണം. കഴിഞ്ഞ ദിവസങ്ങളുടെ ദൂതുകളോട് ചേർന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. സ്തോത്രം പറയണം. കരമുയർത്തി ശപിക്കാൻ നിൽക്കുന്ന ചിലതിനെ സ്തോത്രം ചെയ്യ്. നിനക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന ചില കരങ്ങളുണ്ടല്ലേ, ആ കരങ്ങളെ ദൈവം ഇന്ന് പകൽ തടയുന്നു. ദൈവം തടയുന്നു. ശക്തിയോടെ അടകജല ഗടകൽ കമനഗരഗസ് കമന വൈഡവന ഗരകൽ കമന ഗടകൽ കരാജന. ഞാൻ ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടി മോശ കരങ്ങൾ ഉയർത്തി നിൽക്കുകയാ, കരങ്ങൾ താഴാതെ നിൽക്കുകയാ. ഈ കരം താഴാതിരിക്കുവാൻ അകരോനും ഗൂരും ഇടം വലം നിന്ന് താങ്ങി സഹായിച്ച് ജനം ജയം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പകൽ ആത്മാവിൽ ദൂത് കൈമാറാം. നിന്നെ ശപിക്കാൻ ഉയർത്തിയ ചില കരങ്ങളെ ദൈവം ഈ പകൽ തടയുന്നു. പോരാ യാക്കോബിനെ തകർക്കാൻ പുറപ്പെട്ടു വന്ന ലാബാനെ ഗിലെയാദ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച് രാത്രിയാമത്തിൽ തടഞ്ഞ യഹോവ ഈ പകൽ ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാ. നിന്നെ ചവിട്ടിക്കൂട്ടാൻ, നിന്നെ അസ്ഥിപഞ്ജരമാക്കാൻ, നിന്നെ അപകടങ്ങൾ വരുത്തി വെച്ച് ചിതറിപ്പിക്കുവാൻ, നിന്റെ കുടുംബത്തെ ഇല്ലായ്മപ്പെടുത്തുവാൻ ഈ പകൽ പുറപ്പെട്ടിരിക്കുന്ന ലാഭാനെ ദൈവം തടയുന്നു. ശക്തിയോടെ എല്ലാവരും പ്രാർത്ഥിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ഒരുമിച്ച് സ്തോത്രം ചെയ്യണം. നിനക്ക് വിരോധമായ എറിഞ്ഞതായ നാണയത്തൊട്ടുകൾ ഇന്ന് പകൽ വിഫലമാകാൻ പോകുക. നിനക്കെതിരെ കത്തിച്ച മെഴുകുതിരികൾ ഈ പകൽ ദൈവം ഊതിക്കെടുത്തുകയാ. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. നിനക്ക് വിരോധമായി അർപ്പിച്ചതായ പൂജകൾ, നേർച്ചകൾ, കാഴ്ചകൾ, പട്ടും വളയും ദൈവം കരിച്ചു കളയുകയാ. ഏറ്റെടുക്കണം. ആത്മാവിൽ സ്തുതിക്കട്ടെ. ആരാധന വെളിപ്പെടട്ടെ. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പകൽ ചില അന്ധകാരങ്ങളുടെ അടിത്തറ ദൈവം ഇളക്കുകയാ. ആരാധന വെളിപ്പെടുമ്പോ ചിലതിന്റെ അസ്ഥിവാരം ദൈവം തോണ്ടുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. ദൈവം തടഞ്ഞെന്ന് മാത്രമല്ല, ദൈവം ബിലയാമിനോട് പറഞ്ഞു, ഞാൻ അനുഗ്രഹിച്ചതിനെ നീ എങ്ങനെ ശപിക്കുന്നേ? എല്ലാവരും ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. നീ അതുകൊണ്ട് അനുഗ്രഹിക്കാൻ തുടങ്ങാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. എന്തിനു വേണ്ടിയാ പണം മേടിച്ചത്?
പറഞ്ഞാട്ടെ, ശപിക്കാന്. എന്തിനാ ഇത്രയും തത്രപ്പാടോടെ പുറപ്പെട്ടു വന്നത്? ശപിക്കാന്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ ശാപത്തിന്റെ ഡിസ്ക് ദൈവം തിരിച്ചിട്ട് ദൈവം നന്മ അനുഗ്രഹിക്കാൻ പറയും. എല്ലാവരും പ്രാർത്ഥിച്ചോണം. ജോസഫ് ഒരിക്കൽ തൻ്റെ സഹോദരങ്ങളോട് പറയുന്ന ശക്തമേറിയൊരു ദൈവപ്രവൃത്തിയുണ്ട്. നിങ്ങൾ എനിക്ക് ബഹുവിധ ദോഷം ചെയ്തു, എന്നാൽ എൻ്റെ ദൈവമോ പറ എനിക്കത് ഗുണമാക്കി തീർത്തു. എത്ര പേർക്ക് സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിക്ക്. ദോഷത്തെ ഗുണമാക്കാൻ കഴിയുന്നൊരു ദൈവം, ശാപത്തെ അനുഗ്രഹമാക്കാൻ കഴിയുന്നൊരു ദൈവം, തിന്മയെ അനുഗ്രഹമാക്കാൻ കഴിയുന്നൊരു ദൈവം, ഇരുട്ടിനെ വെളിച്ചമാക്കാൻ കഴിയുന്നൊരു ദൈവം ഇന്ന് പകൽ തന്റെ ജനത്തിന് വിരോധമായ ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്നു. ഏറ്റെടുക്കുന്നവർ സ്തോത്രം പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. അറിയാവുന്നൊരു വചനം നമുക്ക് ചേർന്ന് പറയാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നന്മയ്ക്കായി, നന്മയ്ക്കായി. വിശ്വസിച്ച് സ്തോത്രം പറ. നന്മയ്ക്കായി, 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 നന്മയ്ക്കായി. അനുഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ദൈവം ബിലയാമിനോട് ഇടപെട്ടു. അനുഗ്രഹിക്കുക മാത്രമല്ല, ഇവരെ കുറിച്ചുള്ള സാക്ഷ്യം അങ്ങോട്ട് മോവാബ്യർ കേൾക്കി അങ്ങോട്ട് പറയാൻ പറയുക. വിളിച്ചു പറയാൻ തുടങ്ങി. എന്തുവാ? ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ. അർത്ഥം എന്തുവാ? ഇവർ സാധാരണ ജനമല്ല, ഇവർ പ്രമാണമുള്ള ജനവാ, ഇവർ വിശുദ്ധിയുള്ള ജനവാ. ഒരുമിച്ച് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ഇവർ വേർപാടുള്ള ജനവാ. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. ഇത്രയും ഉള്ളത് കൊണ്ടാ പറഞ്ഞ ദൈവം അവരെ കുറിച്ച് സാക്ഷ്യം പറയാൻ പറഞ്ഞത്. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. തീർന്നില്ല. വീണ്ടും ആത്മാവ് ശക്തിയോടെ പറയാൻ പറഞ്ഞു. ഇനിയും സാക്ഷി അങ്ങോട്ട് വിളിച്ചു പറയാൻ പറഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞു, അവർ അടങ്ങിയിരിക്കുന്നവരല്ല, മൗനമായിരിക്കുന്നവരല്ല, സ്തോത്രം ചെയ്യ്, വായും പൂട്ടിയിരിക്കുന്നവരല്ല. രാജകോലാഹലം അവരുടെ നടുവിലുണ്ട്. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. അവർ മര്യാദയ്ക്കിരിക്കുന്നവരല്ല, മൗനമായിരിക്കുന്നവരല്ല. ആർക്കും ഒന്നിനും അവരുടെ ആരാധനയെ തടുക്കാൻ കഴിയില്ല. ആരാധനയുടെ രാജകോലാഹലം അവരുടെ നടുവിലുണ്ട്. ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. തീർന്നില്ല. അടുത്ത് വീണ്ടും സാക്ഷ്യം പറയാൻ പറഞ്ഞു. ബിലയാം വിളിച്ചു പറഞ്ഞു. അവിടുത്തെ പൗരപ്രമുഖന്മാർ, ശക്തിയോടെ സ്തോത്രം ചെയ്യണം, അവിടുത്തെ ക്യാബിനറ്റ് മെമ്പേഴ്സ്, അവിടുത്തെ റോയൽ പാലസിലെ ഉദ്യോഗസ്ഥന്മാർ, അവിടുത്തെ മിനിസ്റ്റേഴ്സ്, അവിടുത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, അവിടുത്തെ അഡ്വക്കറ്റുമാർ, ജഡ്ജിമാർ അവരുടെ നടുവിലുണ്ടെന്നല്ല, അവരുടെ ദൈവമായ യഹോവ അവരുടെ നടുവിലുണ്ട്. ഇന്ന് പകൽ ആരും നമ്മുടെ നടുവിലില്ലേലും, ഒരുമിച്ച് സ്തോത്രം ചെയ്യ്, MLA ഇല്ലേലും MP ഇല്ലേലും സ്തോത്രം പറ, ഇവിടത്തെ നേതാക്കന്മാരും നമ്മുടെ നടുവിലില്ലേലും സ്തോത്രം പറയാൻ കഴിഞ്ഞാലുള്ള ഗുണം എന്നാ? ദൈവം അതിൻ്റെ മധ്യേ ഉണ്ടെങ്കിൽ അത് കുലുങ്ങാണ്ട് അനുവദിക്കുകയില്ല. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. ഈ പ്രയർ ഹാൾ ഇവിടെ കുലുങ്ങാതെ നിൽക്കുന്നത് ദൈവം ഇതിന്റെ മധ്യേ ഉള്ളത് കൊണ്ട്. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. നമ്മുടെ ഭവനം തകരാതിരിക്കുന്നത് ദൈവം നമ്മുടെ മധ്യേ ഉള്ളത് കൊണ്ട്. ശക്തിയോട് Praise the Lord. Praise the Lord. അപ്പോൾ ഇത്രയും സാക്ഷി അങ്ങോട്ട് പറഞ്ഞിട്ട് ഇവർ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ കൂടെ വിളിച്ചു പറയാൻ പറയുക. അനുഗ്രഹങ്ങൾ എന്താണ് അവർ പ്രാപിക്കുന്ന അനുഗ്രഹം? 22-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? യാക്കോബിൽ തിന്മ കാണാനില്ല, ഇസ്രായേലിൽ
കഷ്ടത ദർശിപ്പാനില്ല. ഒരുമിച്ച് സ്തോത്രം പറയണം. ദൈവം അവരുടെ നടുവിലുള്ളത് കൊണ്ട് തിന്മ കാണാനില്ല, കഷ്ടത ദർശിപ്പാനില്ല. അടുത്ത് വീണ്ടും വിളിച്ചു പറയുക, അടുത്തതെന്തുവാ? അവരുടെ നന്മ. ദൈവം അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് വിടുതെന്തുവാ? അടുത്ത വചനം ശ്രദ്ധിച്ചോണം. കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. ഒരുമിച്ച് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്ക്. ആ സ്തോത്രത്തിനകത്ത് ആ ബലം വന്നോട്ട് വ്യാപരിക്കട്ടെ. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. ഇവിടെ ഇരിക്കുന്ന 100% പേരും 100% ആരോഗ്യമുള്ളത് കൊണ്ടല്ല ഇന്ന് പകൽ വന്നതും ഇവിടെ ആരാധിക്കുന്നതും. സ്തോത്രം ചെയ്യ്. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. BP ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവരുണ്ട്, ആന്തരിക രോഗങ്ങൾ ഉള്ളവരുണ്ട്, എഴുന്നേൽപ്പാൻ പോലും കഴിയാത്തവരുണ്ട്. ശക്തിയോടെ സ്തോത്രം പറ. എന്നാൽ ഓരോ രാത്രിയിലും ബലഹീനമായി കിടന്നുറങ്ങുമ്പോൾ ശക്തിയോടെ അടപതന ഘടകൽക്കമന ഘടകൽക്കരാജന ശക്തിയോടെ സ്തോത്രം ചെയ്യ്. തിരുവല്ല മെഡിക്കൽ മിഷനിലെ കൺസൾട്ടന്റ് പറഞ്ഞതിന്റെ ബലത്തിലല്ല എഴുന്നേൽക്കുന്നത്. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. നീ കഴിക്കുന്ന ടാബ്ലറ്റും ആന്റിബയോട്ടിക്കും അല്ല നിനക്ക് ബലം തരുന്നത്. പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കിടക്കയുടെ അരികിലേക്ക് വൈരിയായ പിശാച് അടുക്കാതിരിപ്പാൻ ദൂതഗണത്തെ ഇറക്കി കാവൽ നൽകി അടുത്ത പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ ബലം നൽകുന്ന യഹോവ. പോരാ 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 പോരാ. സ്തോത്രം പറഞ്ഞ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചവർ എത്രയോ പേര് ഇതിനകത്തുണ്ട്. എഴുന്നേൽക്കാൻ ദൈവം കൃപ നൽകിയില്ലേ? അടങ്ങി വരാം. കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. അടുത്ത് അവർ അനുഭവിക്കുന്ന വിടുതൽ പറയാം. അറിയാവുന്നവർ ചേർന്ന് പറ. ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കുകയുമില്ല. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ഭയം അങ്ങ് വിട്ടുകള, ഭയം വിട്ടുകള, നിന്റെ ഭീതി അങ്ങ് മാറ്റിക്കള. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിക്ക്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആത്മാവിൽ സ്തോത്രം ചെയ്യ്. ലക്ഷണവിദ്യ, ആഭിചാരം, ക്ഷുദ്രപ്രയോഗം, മന്ത്രവാദം, അന്ധകാര വ്യാപാരങ്ങൾ, തേറ്റപ്പല്ല് കാട്ടിയാൽ ദൈവ പൈതലെ നീ തകരില്ല. ശക്തിയോടെ 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 കർത്താവിന് സ്തോത്രം ചെയ്യണം. ഇനി ദൂതിന്റെ അടുത്ത രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കയറാൻ പോകുകയാണ്. ജനം അനുഗ്രഹം പ്രാപിച്ച് മുന്നേറുമ്പോൾ ബിലയാമിന്റെ കരങ്ങൾ കുഴയുന്നതല്ലാതെ, അവന്റെ നാവ് തളരുന്ന കീഴ്പോട്ടിറങ്ങുന്നതല്ലാതെ ജനത്തെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. ഒരുമിച്ച് സ്തോത്രം പറയണം. ഒരു ദൂതൂടെ പറഞ്ഞ ഭാഗം ഒന്ന് വിട്ടേക്കാം. ദൈവം അനുഗ്രഹിച്ചവനെ ലോകത്തിലെ ഒരു ശക്തികൾക്ക് ശപിക്കാൻ പറ്റില്ല. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിക്ക്. ദൈവാനുഗ്രഹം നിന്റെ മേൽ വീണിട്ടുണ്ടോ? ദൈവ നിയോഗം നിന്റെ മേൽ വീണിട്ടുണ്ടോ? ദൈവ പദ്ധതി നിന്റെ മേൽ വീണിട്ടുണ്ടോ? ഒരു ശക്തികൾക്ക് നിന്നെ തൊടാൻ കഴിയില്ല. ഏറ്റെടുക്കണവർ സ്തോത്രം ചെയ്യ്. ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഒന്നുകൂടെ ആത്മാവിൽ പറയാം. നിന്നെ അവർ ഭയപ്പെടുകയാണ്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? നീ അവരെയല്ല ഭയപ്പെടേണ്ടത്, നീ അവരെയല്ല ഭയപ്പെടേണ്ടത്, അവർ നിന്നെ ഭയപ്പെടുകയാ. ഏറ്റെടുക്കുന്നവർ സ്തോത്രം പറ, സ്തോത്രം പറ. ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. ഒരുമിച്ച് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നോട് ദൈവാത്മാവ് കാണിക്കുന്ന വെളിപ്പാട് പറയാം. നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിങ്ങൾ മാത്രമല്ല, ഒരു തീക്കുണ്ടം നിങ്ങളോടുകൂടെ നടന്നു പോകുക. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളെ കവർ ചെയ്തിരിക്കുന്ന, നിങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന, നിങ്ങളുടെ പുതപ്പ് പോലെ മൂടിയിരിക്കുന്ന ഒരു തീജ്വാല, തീനാളങ്ങൾ തന്റെ ജനത്തിന്റെ ശരീരത്തിന് ചുറ്റും വ്യാപരിക്കയാൽ നിങ്ങളെ കാണുന്ന പൈശാചിക മേഖലകൾ അലറി വിളിക്കാൻ പോകുകയാ. പിശാച് അലറി വിളിക്കാൻ പോകുകയാ.
ഇന്നത്തെ ശുശ്രൂഷയുടെ രണ്ടാമത്തെ പോർഷൻ കയറുകയാണ്. അനുഗ്രഹം, നന്മ, സാക്ഷ്യം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഇസ്രായേലിയ പാളയം അല്ലേ? എന്നാൽ 25-ാം അധ്യായത്തിൽ ഇവർ പ്രവേശിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചോണം. നിങ്ങൾ വായിക്കണ്ട, സംഖ്യ 25. ഈ ശപിക്കാൻ വന്നവൻ കൂലി മേടിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് മറ്റൊരു കാര്യം തിരികെ കയറ്റിയിട്ടാ പോയത്. എന്താണ്? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. പെർഗമോ സഭയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, അവിടെ ബിലയാമിന്റെ ഉപദേശം പിടിച്ച ചിലർ. എന്താ ബിലയാമിന്റെ ഉപദേശം? നമുക്ക് അറിയാമെങ്കിലും പറയാം. ഇവൻ വന്ന് അനുഗ്രഹിക്കുന്നതിന് പകരം ശപിക്കുന്നതിന് പകരം അനുഗ്രഹിച്ച് ഇവൻ വട്ടപൂജ്യമായി മടങ്ങിപ്പോകുമ്പോ ഇവൻ ഒരു പണിയും കൂടെ ചെയ്തിട്ടാ മടങ്ങിപ്പോയത്. എന്തായിരുന്നു? വായിച്ച വാക്യം, ഇവൻ പോകുന്ന വഴിക്ക് രാജാവിനോട് പറഞ്ഞു, ഇവരെ ശപിച്ചു കൊല്ലാൻ പറ്റുകയില്ല. എല്ലാവരും സ്തോത്രം ചെയ്തോണം. മന്ത്രവാദം ചെയ്തൊന്നും ഒടുക്കാൻ പറ്റുകയില്ല. ഒരുമിച്ച് സ്തോത്രം ചെയ്തോണം. ഇവരുടെ സഭയെയൊന്നും തൊടാൻ പറ്റുകയില്ല. അവരുടെ തലമുറയെ തൊടാൻ പറ്റുകയില്ല. ഒരു തന്ത്രം ഞാൻ പറയാം. ഇവർ വിഗ്രഹാർപ്പിതം തിന്നാനും സ്തോത്രം പറഞ്ഞോണം, ദുർനടപ്പാചരിപ്പാനും ഇടർച്ച വയ്ക്കേണ്ടതിന് ബാലാക്കിന് ഉപദേശം നൽകുകയാണ്. എന്താണ്? എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഒരു മർമ്മം ഞാൻ ആത്മാവിൽ പറയാം. നിങ്ങളെ ഏതു വിഷയത്തിൽ തൊട്ടാൽ ദൈവത്തോടടുപ്പിക്കാമെന്ന് ദൈവം ചിന്തിക്കുമ്പോൾ, എല്ലാവരും മനസ്സിലാക്കണം, ദൈവത്തെ സ്തുതിച്ചോണം. ഒന്നും കൂടെ പറയാം. ഏതു വിഷയത്തിൽ തൊട്ടാൽ തൻ്റെ ജനത്തെ ദൈവത്തോടടുപ്പിക്കാമെന്ന് ദൈവം ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ ഏത് വിഷയത്തെ തൊട്ടാൽ ദൈവത്തിൽ നിന്നും അകറ്റാമെന്ന് പിശാചി ചിന്തിക്കും. മനസ്സിലായെന്നൊരു സ്തോത്രം പറയണം. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. ഏത് തലത്തെ തൊട്ടാൽ നിങ്ങളെ ഒന്ന് ഉപവാസ പ്രാർത്ഥന കൊണ്ടുവരാം, ആരാധിപ്പിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, കുറവുകളെ ഒന്ന് ഏറ്റുപറയാം, ക്രമീകരിക്കാം. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. തലമുറകളെ ആലയത്തിൽ എത്തിക്കണം ദൈവം ചിന്തിക്കുമ്പോൾ പിശാച് ആഗ്രഹിക്കുന്ന എന്തറിയണ്ടേ? ഏത് വിഷയത്തെ തൊട്ടാൽ, ഏത് വീക്ക്നെസ്സിൽ തൊട്ടാൽ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാമെന്ന് അവൻ ചിന്തിക്കും. മനസ്സിലായെന്നൊരു സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക ശക്തിയോടെ. ഒട്ടനവധി ഉദാഹരണങ്ങൾ പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് ഈ ബിലയാം ബാലാക്കിനോട് പറഞ്ഞത്, ദുർനടപ്പിനു വേണ്ടി ഇവരെ ഒന്ന് പ്രലോഭിപ്പിച്ചാൽ, വശീകരിച്ചാൽ ജനം തങ്ങളിൽ തന്നെ ഒടുങ്ങിപ്പോകും. എല്ലാവരും പ്രാർത്ഥനയോടെ, എല്ലാവരും പ്രാർത്ഥനയോടെ. 25-ാം അധ്യായം പ്രവേശിക്കുമ്പോൾ അവിടെ വായിപ്പാൻ കഴിയുന്നു, അവർ മോവാബിൽ സമഭൂമിയിൽ ചെന്ന് ശിത്തീമിൽ ചെന്ന് പാളയമിറങ്ങി. അടുത്ത വചനം, അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്നു. എല്ലാവരും ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ പ്രഭാഷണത്തിന്റെ അടുത്ത പാർട്ട് പരിശുദ്ധാത്മ ഇടപെടുകയാണ്. ഇന്നലെ വരെ സാക്ഷ്യത്തിൽ നിന്ന ജനം, ഇന്നലെ വരെ ആരാധിച്ചു ദൈവത്തെ സ്തുതിച്ച ജനം, പ്രാർത്ഥനാക്കളത്തിൽ 24 മണിക്കൂറും പ്രാർത്ഥനാ നിരതരായിരുന്ന ദൈവജനം 25-ാമത്തെ അധ്യായത്തിൽ കയറിയപ്പോൾ ബാൽപെയോരിനോട് ചേർന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇന്നലെ അവരെ പറ്റി പറഞ്ഞ സാക്ഷ്യം എന്താ? ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ആ സാക്ഷ്യം നഷ്ടപ്പെടുത്തി ബാൽപെയോരിനോട് ചെന്ന് ചേർന്നു. എന്തിന് 6-ാമത്തെ പകൽ റൂത് പറയുന്നെന്ന് അറിയണ്ടേ? ഈ ഉപവാസം ഇവിടെ നടത്തുന്നത്, ശക്തിയോടെ സ്തോത്രം ചെയ്യണം, പിശാചിന്റെ സേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അല്ല ഇത്. നരകത്തിലേക്ക് നിന്നെ പറഞ്ഞു വിടാനല്ല, ദൈവത്തിങ്കലേക്ക് നിങ്ങളെ നടത്താൻ, സിയോനിൽ നിങ്ങളെ എത്തിക്കാൻ, വാഗ്ദത്ത കനാൽ നിങ്ങളെ അടുപ്പിക്കാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ
വ്യാപരിക്കാനായി ഉപവാസം ക്രമീകരിച്ചത്. ശക്തിയോടെ സ്തോത്രം പറ. ശക്തിയോടെ ഇവത്തിന് സ്തോത്രം ചെയ്യണം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അകത്തളത്ത് പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇടപെടുന്നു. ഇന്നലകളിലെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി കളയാൻ ജനത്തിന്റെ നടുവിലേക്ക് നുഴഞ്ഞു കയറുന്ന ബിലയാമിന്റെ വ്യാപാര ശക്തികളെ ഇന്ന് പകൽ അധികാരമുള്ള ദൈവജനം ഒരുമിച്ച് പോരാ പോരാ ശക്തിയോടെ ശക്തിയോടെ അടബദര ബൗദ്ധമന ഘടകൽക്കന ഹത്തുന ജഗൽക്കനാരി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരുമിച്ച് ആരാധിച്ച് ജയം പ്രാപിച്ചാട്ടെ. തലമുറകളുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്താൻ, വിശ്വാസ ജീവിതത്തിലെ സാക്ഷ്യം നഷ്ടപ്പെടുത്താൻ, ഇന്നലകളുടെ ആത്മനന്മകളെ ചപ്പാർത്തിക്കളയുവാൻ, ചോർത്തിക്കളയുവാൻ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. സാക്ഷ്യം നഷ്ടപ്പെടുത്തിയെന്ന് ഒന്നുകൂടെ പറഞ്ഞാൽ വിശുദ്ധമായതിനെ തിരസ്കരിക്കുകയും അശുദ്ധമായതിനെ അംഗീകരിക്കുകയും ചെയ്തു. എത്ര പേർക്ക് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്ത്. വിശുദ്ധമായതിനെ തിരസ്കരിക്കുകയും അശുദ്ധമായതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. അവർ മോവാബ്യരോട് ചേർന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തെ സ്തുതിക്കണം. ഇപ്പൊ മോവാബ്യരേതാ, ഇസ്രായേലിയർ തിരിച്ചറിയാൻ മേല. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോണം. ശക്തിയോടെ സ്തോത്രം ചെയ്തോണം. ഇന്നലകളിൽ ആരാധനക്കളങ്ങളിൽ നിറഞ്ഞു നിന്ന് ആരാധിച്ച് നൃത്തം ചെയ്തവനെയൊന്നും ഇപ്പൊ ആരാധനക്കളത്തിൽ കാണാൻ കഴിയുന്നില്ല. മോവാബിൽ ചെന്ന് ക്യൂ കിടക്കുകയാണ്. ഒരുമിച്ച് ശക്തിയോടെ സ്തോത്രം ചെയ്യ്. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. ഈ ഉപവാസം വിശ്വാസികൾക്ക് നവീകരണം കൊണ്ടുവരിക മാത്രമല്ല, ചില പിന്മാറ്റക്കാരെ മടക്കി വരുത്തും. ഒരുമിച്ച് സ്തോത്രം പറ. ചില ധൂർത്തുപുത്രന്മാരെ ദൈവം മടക്കി വരുത്തും. പോരാ പോരാ പോരാ. ശക്തിയോടെ സ്തോത്രം പറഞ്ഞ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്ക്. ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്ത്. ഇന്നലകളിലെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി, ആരാധന നഷ്ടപ്പെടുത്തി, പ്രാർത്ഥന നഷ്ടപ്പെടുത്തി, ജനം കെട്ടഴിഞ്ഞവരായി മാറി. എല്ലാവരും പ്രാർത്ഥനയോടെ വചനം ശ്രദ്ധിക്കണം. അടുത്ത പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് ഒന്നുകൂടെ പറയാം. നഷ്ടപ്പെട്ടതിന്റെ കാരണം ഇവർ ഇന്നലകളിൽ പിടിച്ചുനിന്ന പ്രമാണം വിട്ടേച്ച് ജാതികളോട് ഇടവലരാൻ തുടങ്ങി. സംഭവിച്ചത്, സ്വത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം, ഇവരുടെ ശാരീരിക വിശുദ്ധി തകർന്നുപോയി. ഒരുമിച്ച് കർത്താവിന് സ്വത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ഉപവാസത്തിലെ അനുഗ്രഹവും വിടുതലും മാത്രം പോരാ, ക്രമീകരണം കൂടെ നടക്കണം. ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അവിടെ പറയുന്നൊരു വാക്യം ഇപ്രകാരമാണ്: ദുർനടപ്പുകാരനോ തൻ്റെ ശരീരത്തിന് വിരോധമായി, സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. എല്ലാവരും ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത വചനം അറിയാവുന്നവർ ചേർന്ന് പറയണം: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും പറ. നിങ്ങൾ അറിയേണ്ടതല്ലയോ? അടുത്ത വചനം ചേർന്ന് പറ: ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീ. ഈ ശരീരം പാപം ചെയ്യാനുള്ളതല്ല. ശക്തിയോടെ സ്തോത്രം പറ. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്ക്. ഈ ശരീരം ദുർനടപ്പിന് വേണ്ടിയുള്ളതല്ല. ഒരുമിച്ച് ശക്തിയോടെ സ്തോത്രം ചെയ്യ്. ഈ ശരീരത്തെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. നിന്റെ കൈകൾ കർത്താവിനെ ഉയർത്തണം. പോരാ പോരാ. അതരം തുറന്ന് സ്തോത്രം പറ. നിന്റെ നാവ് ദൈവത്തെ സ്തുതിക്കണം. നിന്റെ കണ്ണ് ക്രൂശിക്കപ്പെട്ടവനെ കാണണം. ശക്തിയോടെ സ്തോത്രം ചെയ്യ. നിന്റെ കാതിൽ ദൈവശബ്ദം കേൾക്കണം.
ഓ റബലബരഗദൽ ഖമനഗഡഗസി അർദൽ വൈഡമന ഗഡഗൽ കരാദന. നിന്റെ കാലുകൾ ദൈവത്തിന് വേണ്ടി ഓടണം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ, ശക്തിയോടെ പറ, ദൈവത്തെ മഹത്വപ്പെടുത്തുവീ. അറിയാവുന്ന വചനമാ ചേർന്ന് പറയാം. റോമാലേഖനം 12:1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. ആരാധന അല്പം കുറഞ്ഞാലും സാരമില്ല. ഈ പകലിൽ വിശുദ്ധി ദൈവാത്മാവ് ആഗ്രഹിക്കുക. ഒരുമിച്ച് സ്തോത്രം പറയണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങൾ സമർപ്പിക്കണം. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ, പറ, നിങ്ങൾ സമ്പന്നരാകണമെന്നല്ല, നിങ്ങൾ കോടീശ്വരന്മാരാകണമെന്നല്ല, ശക്തിയോടെ ഭക്തിയോടെ സ്തോത്രം ചെയ്യ്, നിങ്ങൾ വലിയവരൊക്കെ ആയിത്തീരണമെന്നല്ല, നിങ്ങൾ പ്രതാപശാലികളാകണമെന്നല്ല, നിങ്ങൾ ലോകം കെട്ടിപ്പിടിക്കണമെന്നല്ല. ദൈവത്തിന്റെ ഇഷ്ടമോ, പറ, നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. ഈ ഉപവാസത്തിൽ നടക്കേണ്ട വിടുതൽ, ഈ നടക്കേണ്ട ദൈവപ്രവൃത്തി, ദൈവജനം വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടണം. ഒരുമിച്ച് ശക്തിയോടെ സ്തോത്രം ചെയ്യ്. ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. ഇന്ന് പകൽ ശാരീരിക വിശുദ്ധി ദൈവാത്മാവ് ആവശ്യപ്പെടുകയാണ്. ഒരുമിച്ച് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ശക്തിയോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യണം. പ്രവാചകന്മാരെ കാണാൻ വിശുദ്ധി വേണമെന്നില്ല. സ്തോത്രം ചെയ്യ്. ഇല്ലെങ്കിലും പ്രവചനം കേൾക്കാം, പ്രവാചകന്മാരെ കാണാം. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. വിശുദ്ധി ഇല്ലെങ്കിലും നേതാക്കന്മാരെ നമുക്ക് കാണാം, അപ്പോയിന്റ്മെന്റ് നമുക്ക് കിട്ടും. സ്തോത്രം പറയണം. എന്നാൽ കർത്താവിനെ കാണണമോ? ശക്തിയോടെ സ്തോത്രം ചെയ്യ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. കൈയടിച്ചത് കൊണ്ട് കാര്യമായില്ല, അന്യഭാഷ പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല, പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമായില്ല. ഇന്ന് പകൽ ആഴമേറിയ ശുദ്ധീകരണം ഇതിനകത്ത് വെളിപ്പെടുത്തുക ആത്മാവ് ആവശ്യപ്പെടുകയോ. ശക്തിയോടെ സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം. യഹൂദ ബാലന്മാരുടെ മുൻപിൽ നിരത്തിവെച്ച രാജകീയ ഭോജനങ്ങളായിരുന്നു, കോണ്ടിനെന്റൽ ഫുഡായിരുന്നു. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. എന്നാൽ അവർ എല്ലാം ഒരുമിച്ച് കഴിപ്പാനല്ല തീരുമാനമെടുത്തത്. തൊറ്റ തീരുമാനം, പ്രമാണത്തിന് വിരുദ്ധമായതൊന്നും ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഞങ്ങൾ കടത്തിവിടില്ല. ഒരുമിച്ച് സ്തോത്രം ചെയ്യണം. കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം അവർ തീരുമാനം വിശുദ്ധിക്ക് വേണ്ടി എടുത്തു. നിങ്ങളുടെ സമയം കളയാനല്ല ഈ ഭാഗം പറയുന്നത്. ക്രമീകരണം വരുത്തേണ്ട ചിലർ ഇതിനകത്തുണ്ട്. ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ പകലിൽ പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ പരസ്യമായ ജീവിതത്തിന്റെ വേഷപ്പകർച്ചയല്ല ദൈവം ആവശ്യപ്പെടുന്നത്. ഇന്ന് പകൽ നിന്റെ രഹസ്യ ജീവിതത്തിലെ വിശുദ്ധി ദൈവാത്മാവ് ചിലരോട് ആവശ്യപ്പെടുകയാണ്. പോരാ പോരാ പോരാ. ഒരുമിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്ത്. ഒരുമിച്ച് സ്തോത്രം ചെയ്യ്. നിന്റെ ശരീരം വിശുദ്ധമാകണമെന്ന് അവർക്കാകാം, നിനക്കതായിക്കൂടാ. ലോകക്കാർക്കാകാം, അത് നിനക്കായിക്കൂടെന്ന്. അവർക്കത് കാണാം, നിനക്കത് കാണാൻ പ്രമാണമില്ല. സ്തോത്രം പറ. അവർക്ക് പറയാം, നിനക്കത് പറയാൻ പ്രമാണമില്ല. അവർക്കവിടെ പോകാം, നിനക്കവിടെ പോകാൻ പ്രമാണമില്ല. അവർക്കുള്ളത് നിനക്കും ആകാമായിരുന്നെങ്കിൽ നമ്മളെന്തിനാ പള്ളിമേട വിട്ടിറങ്ങിയത്? മനസ്സിലാകുന്നു? സ്തോത്രം പറ.
അവർക്കുള്ളത് നമുക്കുമാകാമായിരുന്നെങ്കിൽ എന്തിനാ നമ്മുടെ പൗരോഹിത്യം വിട്ടിറങ്ങി വന്നത്? അവിടെ നിന്നാൽ പോരായിരുന്നു. ശക്തിയോടെ സ്തോത്രം പറ. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ശാരീരിക വിശുദ്ധി ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. അതിലേക്ക് മടങ്ങി വരണം. തീരുമാനങ്ങൾ തകർന്നവരുണ്ട്, പ്രതിഷ്ഠകൾ ഇടിയപ്പെട്ടവരുണ്ട്, തീരുമാനങ്ങളിൽ നിന്ന് ഇല്ലായ്മപ്പെട്ടു പോയവരുണ്ട്. അവരോടെല്ലാം ആത്മാവ് ശക്തിയോട് പറയുന്നു, വിശുദ്ധിയിലേക്ക്, ശാരീരിക വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. ഒരു വചനം കൂടെ പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടാം. നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകമോ പറ വൃത്തിഹീനമത്രേ. സ്തോത്രം വരില്ല. ഒരുമിച്ച് സ്തോത്രം ചെയ്തോണം. കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കലല്ല 21 ദിവസം ഇവിടെ നടക്കുന്നത്, അകം വെടിപ്പാക്കുന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തിയോടെ സ്തോത്രം ചെയ്യണം. 21-ാമത്തെ ദിവസം ഇവിടെ ആശീർവാദം പറയുമ്പോ വെള്ളതേറ്റ ശവക്കല്ലറകളെ എന്ന ദൈവം വിളിക്കാൻ ഇടവരുത്തരുത്. ശക്തിയോടെ സ്തോത്രം പറയണം. ആത്മാവിൽ ജനം എഴുന്നേൽക്കണം. ആത്മാവിന്റെ വിശുദ്ധി ദൈവജനം പ്രാപിക്കണം. പറഞ്ഞു പോകാം. ഈ പരസംഗവും വീഞ്ഞും പുതുവീഞ്ഞും ബുദ്ധിയെ കെടുത്തിക്കളയുന്നതാകയാൽ ശാരീരിക വിശുദ്ധി നഷ്ടപ്പെട്ടു. അവിടെ 1-2 ദൂതൂടെ പറയട്ടെ. ശാരീരിക വിശുദ്ധി മാത്രമല്ല നഷ്ടപ്പെട്ടത്. ഇന്നലകളിൽ ആരാധന ഉയർന്ന ഭവനങ്ങളിലൊക്കെ ഇപ്പൊ കോലാഹലവും ലോകത്തിന്റെ ശബ്ദങ്ങളൊക്കെ മുഴങ്ങാൻ തുടങ്ങി. ദൈവാത്മാവ് പറയുക, ഭവന വിശുദ്ധി ദൈവസഭയ്ക്ക് ആവശ്യം. ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറയണം. എല്ലാവരും ദൈവത്തിന് മഹത്വപ്പെടുത്തണം. ആവർത്തന പുസ്തകം 23:14 പറയുന്നു, നിന്നെ രക്ഷിപ്പാനും, അറിയാവുന്നവർ ചേർന്ന് പറ, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാനുമായി നിന്റെ ദൈവമായ യഹോവ പാളയത്തിന്റെ നടുവിൽ കൂടെ മധ്യേ നടകൊള്ളുന്നു. അടുത്ത വചനം അറിയാവുന്നവർ ചേർന്ന് പറ, എന്നാൽ നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കട്ടെ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ഒരു ദൈവ പൈതലിന്റെ ഭവനം വിശുദ്ധമായിരിക്കണം. ഏറ്റെടുക്കുന്നവർ സ്തോത്രം പറ. ദൈവഹിതം അല്ലാത്തത് നിന്റെ വീട്ടിൽ സ്ഥാനം പിടിക്കരുത്. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. അറപ്പായുള്ളതിന്റെ വീട്ടിൽ കയറ്റരുത്. ഒരുമിച്ച് സ്തോത്രം പറ. ദൈവസ്തുതി ഗാനങ്ങൾ അല്ലാതെ വീട്ടിൽ മറ്റൊന്ന് കേൾക്കരുത്. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. ദൈവീക ഭാഷയല്ലാതെ മറ്റൊരു ഭാഷ നിന്റെ വചന ഭവനത്തിൽ ഉയരരുത്. ഒരുമിച്ച് ശക്തിയോടെ സ്തോത്രം പറയണം. ചിലരെ ആത്മാവ് വിവരിച്ചു പറയുക, ആകാൻ കൂടാരത്തിന്റെ കീഴിൽ ബാബിലോണിയ മേലങ്കിയും പൊൻകട്ടിയും കുഴിച്ചിട്ടിട്ട് വന്ന് യുദ്ധക്കളത്തിൽ നിന്ന് ഹൊയ് പറഞ്ഞിട്ട് പരാജയമല്ലാതെ അവിടെ ഒന്നും നേടിയില്ല. സ്തോത്രം പറയണം. ഈ പാളയത്തിന്റെ കൂടാരത്തിനകത്ത് കുഴിച്ചിട്ടത് മുഴുവൻ വാരിയെടുത്ത് തോണ്ടിയെടുത്ത് യവനെയും ഇവന്റെ കുടുംബത്തെയും നശിപ്പിച്ചപ്പോ പാളയത്തിൽ ജയം വ്യാപരിപ്പാനിടയായി. എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും പല കുടുംബങ്ങളും പരാജയത്തിലേക്ക് പോകുന്നെന്ന് പറഞ്ഞാൽ ദൈവം കുറ്റക്കാരനല്ല. നിന്റെ പാളയം ശുദ്ധീകരിക്കപ്പെടണം. അത്രയും പറഞ്ഞ ഭാഗം അങ്ങ് വിടുകയാണ്. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ഭവനം വിശുദ്ധമാകണം. ശ്രദ്ധിക്കുക, ശാരീരിക വിശുദ്ധി നഷ്ടപ്പെട്ട് ഭവന വിശുദ്ധി നഷ്ടപ്പെട്ട് അവർ ശക്തിയോടെ മുന്നോട്ട് വിശുദ്ധിയില്ലായ്മയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഒരു മർമ്മം കൂടെ ആ ഭാഗത്തിൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് പറയട്ടെ. ദൈവാത്മാവ് അശുദ്ധിയിൽ തുടരുന്നവനെ വെച്ചുകൊണ്ടിരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. മനസ്സിലാകുന്നൊരു സ്തോത്രം പറ. സഭ അംഗീകരിച്ചെന്ന് വരും. ഒരുമിച്ച് സ്തോത്രം പറയണം. ശക്തിയോടെ സ്തോത്രം ചെയ്യേ. ലോകം അംഗീകരിച്ചെന്ന് വരും, പക്ഷെ ദൈവം അധിക നാൾ കൊണ്ടുപോകയില്ല. ഒരുമിച്ച് സ്തോത്രം ചെയ്യേ. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതെ ഇരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവർ നീ വിരൂപിച്ചു, എന്നാൽ ഞാൻ ഇവയെല്ലാം ശാസിച്ച് നിന്റെ കണ്ണിൻ മുമ്പിൽ നിരത്തി വയ്ക്കും. അടുത്ത വചനം ചേർത്ത് പറ. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളീ, ഞാൻ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല.
ഒരുമിച്ച് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്ക്. ദൈവത്തെ അറിഞ്ഞിട്ടും പ്രമാണം അറിഞ്ഞിട്ടും ശക്തിയോടെ സ്തോത്രം ചെയ്യ്. വിശുദ്ധിയുള്ള ജീവിതം നയിച്ചിട്ടും സാഹചര്യങ്ങൾക്കൊത്ത് പ്രമാണത്തെ മാറ്റിമറിച്ച് മുന്നോട്ട് പോകുന്നവരോട് ദൈവാത്മാ പറയുന്നു, ഇന്ന് പകൽ മുഴങ്കാലും അടക്ക്, വിശുദ്ധിയും വേർപാടും ഏറ്റെടുക്ക്. അതുകൊണ്ട് അഭിഷക്തൻ മുഖവരയിൽ പറഞ്ഞൊരു വാക്യം, ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരു വാക്യം പറഞ്ഞത് അറിയാവുന്നവരെ ചേർന്ന് പറയാം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് അവരുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശത്തിന് സൗഖ്യം വരണമെങ്കിൽ നിന്റെ പാപം ക്ഷമിക്കപ്പെടണമെന്ന് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്ക്. ഇരുമ്പുലക്ക വിഴുങ്ങി ചുക്കിട്ട് കഷായം കുടിച്ചാൽ നടക്കുകയില്ല. ഇന്ന് പകൽ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാ സ്വമേധ പാപങ്ങളെ എന്നോട് അകറ്റണമേ, അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ. ഏറ്റെടുക്കണവരുടെ സ്തോത്രം പറ. തൻ്റെ തെറ്റുകളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അടുത്ത് ഏറ്റുപറയുന്നവനോ കരുണ ലഭിക്കും. ഈ 6-ാമത്തെ ദിവസം കരുണയും കൊണ്ട്, കരുണയുടെ പാത്രവുമായി ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കേണ്ടത്, വിട്ടുകളയേണ്ടത്, ദൈവസന്നിധിയിൽ എറിഞ്ഞു കളയുക. സ്തോത്രം. വചനം പറയുന്നു, എന്തിനാ ദൈവമക്കൾ എന്ന് പറയുന്നവർ വരെ പാപം ചെയ്യാൻ ബന്ധപ്പെടുന്നതിന്റെ കാരണം സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം 9 വാക്യം പറയും. അവിടെയൊക്കെ പറയുന്നൊരു വാക്യമുണ്ട്, അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. മറ്റൊരു റെഫറൻസ് ആണ് തോന്നുന്നു. അവിടെ പറയുന്നു, ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം നടക്കായികയാൽ മനുഷ്യർ പാപം ചെയ്യാൻ ബന്ധപ്പെടുന്നു. ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യണം. മറ്റൊരു റെഫറൻസ്, ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം നടക്കാതിരിക്കയാൽ മനുഷ്യർ പാപം ചെയ്യാൻ ബന്ധപ്പെടുകയാണ്. ഈ 6-ാമത്തെ ദിവസം ആ ലൈസൻസ് ദൈവം എടുത്ത് മാറ്റാൻ പോകുകയാണ്. ഒരുമിച്ച് സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം. ഈ 6-ാമത്തെ ദിവസം ആശീർവാദം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്നത് പഴയ മനുഷ്യനായിട്ടല്ല, വിശുദ്ധിയുള്ള, വേർപാടുള്ള, ദൈവകൃപയുള്ള, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവൈതലായി ഈ ആരാധന ആലയം വിട്ടിറങ്ങുകയാണ്. ശക്തിയോടെ സ്തോത്രം പറയാം. ഒരു വചനം കൂടെ പറഞ്ഞ ഭാഗം ഒന്ന് വിടാം. നമ്മുടെയൊക്കെ ധാരണ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ ദൈവം ക്ഷമിക്കും, ദൈവം കണക്കിടില്ല. പക്ഷെ എബ്രായ ലേഖനം ഇപ്രകാരം വിളിച്ചു പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിനുമായി ധൈര്യത്തോടെ നാം എവിടെ ചെല്ലണം? കൃപാസനത്തിലേക്ക് അടുക്കുക ധൈര്യത്തോടെ. പക്ഷേ 13-ാം അധ്യായം പറയുന്നത് കരുണയും കൃപയൊന്നും അല്ല, അവൻ ദഹിപ്പിക്കുന്ന, ശക്തിയോടെ പറ, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഒരുമിച്ച് സ്തോത്രം ചെയ്യണം. വീണ്ടും ഒരു വചനം ഇപ്രകാരം പറയാം, ന്യായവിധി തിരുവല്ലയിലെ സിനിമാ കൊട്ടകയിലല്ല ആരംഭിക്കുന്നത്. ന്യായവിധി തിരുവല്ലയിലെ നിശാ ക്ലബുകളിലല്ല ആരംഭിക്കുന്നത്. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. ന്യായവിധി തിരുവല്ലയിലെ ബാറുകളിലല്ല ആരംഭിക്കുന്നത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. എന്റെ ജനമേ ഉണരുക, എന്റെ ജനമേ വിശുദ്ധിയെ ധരിക്കുക, എന്റെ ജനമേ വേർപാടിലേക്ക് മടങ്ങി വരിക. അവസാനിപ്പിക്കാൻ പോകുക. ഒരുമിച്ച് സ്തോത്രം പറയണം. ജനം ചെന്ന് ഇടകലർന്ന് ഇസ്രായേലിനേതാ മോവാബ്യനേതാന്നറിയാതെ വിശുദ്ധിയും വേർപാടും ഒക്കെ നഷ്ടപ്പെട്ട് മോവാബ്യ പാളയങ്ങളിൽ തമ്പടിച്ചു കിടക്കുമ്പോ വചനം പറയുന്ന യഹോവയുടെ കോപം പാളയത്തിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി.
ഒറ്റ ദിവസം കൊണ്ട് 23,000 പേർ പാളയത്തിൽ പട്ടുപോകാനിടയായി. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നെ കേൾക്കുന്ന സഭയോട് ഒരു യാചനയുണ്ട്. ന്യായവിധി വരാതിരിപ്പാൻ, ദൈവകോപം വരാതിരിപ്പാൻ, ക്രോധകലശം ഒഴിക്കാതിരിപ്പാൻ, മഹാക്രോധത്തിനിരയാകാതിരിപ്പാൻ എന്റെ ജനമേ ആറയിൽ കടന്ന് വാതിലടച്ച് ദൈവത്തോട് ചേർന്നിരിക്കുക. മോശ ന്യായാധിപന്മാരെ തിരഞ്ഞെടുത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും വാളെടുത്ത് മോവാബ്യ ശക്തികളോട് ചേർന്നവരെ മുഖം നോക്കാതെ വെട്ടിക്കളയണമെന്ന്. എല്ലാവരും പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്തിക്കോണം. ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യം മുഖം നോക്കാത്തവനെ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ശക്തിയോടെ സ്തോത്രം ചെയ്യണം. മോശ ന്യായാധിപന്മാരോട് പറഞ്ഞത്, നിങ്ങൾ കണ്ണിൽ കണ്ടവനെയെല്ലാം വെട്ടി വീഴ്ത്താനല്ല, ഓരോരുത്തൻ താങ്കളുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് അവനോട് ചേർന്നത് അവരെ എല്ലാം കൊന്ന്. എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് പകൽ ഇവിടെ വെളിപ്പെടുന്നൊരു ശുശ്രൂഷയുണ്ട്, ഒരു അന്ത്യകാല ശുശ്രൂഷ. ഇതിനെ നടുവിലേക്ക് ദൈവം പകരുകയാണ്, ദൈവം പകരുകയാണ്. യോഹന്നാൻ, ശക്തിയോടെ സ്തോത്രം ചെയ്യണം, യോഹന്നാൻ ഹെരോദാവിൻ്റെ മുഖത്തു നോക്കി വിളിച്ചു പറഞ്ഞു, നീ രാജാവാണ്, ഞാൻ സമ്മതിച്ചു, പക്ഷെ നീ ചെയ്യുന്നത് ദൈവത്തിന് വിഹിതമല്ല. തല പോകുമെന്ന് പലരും പറഞ്ഞിട്ടും യോഹന്നാൻ പറഞ്ഞു, തല പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, ഹെരോദാവിനുള്ള ദൈവം തന്നു, ഞാൻ അവന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുകയാണ്. ശക്തിയോടെ സ്തോത്രം പറയണം. യോഹന്നാനെ പോലെയുള്ളൊരു അഭിഷേകം ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കാൻ പോകുകയാണ്. യാഹാബിന്റെ മുഖത്ത് നോക്കി ഏലിയ വിളിച്ചു പറഞ്ഞു, നീ എന്നെ നാട് കടത്തിയാലും വാളിനിരയാക്കിയാലും പ്രശ്നമില്ല. ആഹാബേ, ആഹാബേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ പെയ്യുകയില്ല. ഒരുമിച്ച് സ്തോത്രം പറ, ഒരുമിച്ച് സ്തോത്രം പറ. കഥ പറഞ്ഞു സുഖിപ്പിക്കാൻ വന്നതല്ല നാഥാൻ, കഥ പറഞ്ഞു പിടിപ്പിക്കാൻ വന്നതല്ല നാഥാൻ. കഥ കേട്ട് ആക്രോശിച്ച് ചാടി എഴുന്നേറ്റവന്റെ മുഖത്തു നോക്കി നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യേ. ശക്തിയോടെ സ്തോത്രം. ഞാൻ ചോദിച്ചോട്ടെ, ദാവീദ് രാജാവായി ചെയ്തതായ ആ ഒഫൻസ് ഉണ്ടല്ലോ, ഏതെങ്കിലും കോടതി കണ്ടുപിടിക്കുമോ? പറ. ഏതെങ്കിലും ജുഡീഷ്യറി ദാവീദിന് വിരോധമായി വിധി പറയുമോ? പറ. ഏതെങ്കിലും CBI ആ കേസ് ഏറ്റെടുക്കുമോ? പറ. ഇല്ല. ലോകമൊന്നടങ്കം നമ്രശിരസ്കരായി ദാവീദിന് മുമ്പിൽ മുട്ടുമടക്കുമ്പോ അഭിഷേകമുള്ളവൻ വിളിച്ചു പറഞ്ഞു, ആ മരണയോഗ്യനായ മനുഷ്യൻ നീയ. തൻ്റെ ഇടം ഉണ്ടോ? ധൈര്യം ഉണ്ടോ? ശക്തിയോടെ സ്തോത്രം പറ. ധൈര്യം ഉണ്ടോ? ഇന്ന് പകൽ നിങ്ങളുടെ ദൈവത്തിന് ആവശ്യമുണ്ട്, ദൈവത്തിന് ആവശ്യമുണ്ട്. അഭിഷേകം ചെയ്യാൻ ചിലർ ദൈവാത്മാവ് ആഗ്രഹിക്കുക. യോഹന്നാൻ സ്നാപകനെ പോലെ, ഏലിയാവിനെ പോലെ, നാഥാനെ പോലെ ഒരു അഭിഷേകം നിന്റെ തലമേൽ വീഴുന്നു. പറഞ്ഞവസാനിപ്പിക്കാം പ്രാർത്ഥനയോടെ. മോശ പറഞ്ഞതനുസരിച്ച് ന്യായാധിപന്മാർ വാളുമായി നിൽക്കുമ്പോൾ അവിടെ പറയുന്നു, പാളയത്തിൽ മോശയുണ്ട്, കരയുന്ന ജനമുണ്ട്. അവരുടെ നടുവിലേക്ക് ഒരു ഇസ്രായേലിയൻ ഒരു മിദ്യാനിയ പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ച് തൻ്റെ